ഹലോ. ഇന്ന് ഞങ്ങൾ ഇല്ലിക്കക്കല്ലിലേക്ക് ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചു. എല്ലാവർക്കും നല്ല പരിചയമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇല്ലിക്കക്കല്ല്. നമ്മുടെ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല് ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ നമ്മുടെ കോട്ടയത്തൂടെ പോകുന്ന മീനച്ചിലാറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ ഇല്ലിക്കക്കല്ലിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴി ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടാണ് പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ വലിയൊരു ആൽമരം കുറേ നാളുകളായിട്ട് ഇവിടെ വളർന്ന് നിൽക്കുന്നതാണ്. നമ്മൾ ഈ മുത്തശ്ശി ആൽമരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ കാണുന്ന ഭംഗിയായത് താഴെ കുറേ ടൗണുകളുടെ ഒരു കാഴ്ചയും, പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് എല്ലാം തന്നെ സൈൻ ബോർഡുകളുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ എളുപ്പമാണ് യാത്ര. പിന്നെ നമ്മളിങ്ങനെ പോണ വഴിക്ക് ഒരു വലിയ തോട്ടം, ആ തോട്ടത്തിൽ നിറയെ വെള്ളപ്പൂക്കൾ. അപ്പോൾ നല്ല സ്മെല്ലും. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്താണെന്നറിയോ, കാപ്പിപ്പൂക്കൾ. പണ്ട് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കാപ്പിപ്പൂവൊക്കെ കോർത്ത് തലേ വയ്ക്കുമായിരുന്നു എന്ന്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കാണാൻ. ആരുടെയോ തോട്ടമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ഒരുപാട് ആഹാരം കഴിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ പയ്യെ നമ്മുടെ സ്ഥലം എത്തിയെന്ന് തന്നെ പറയാം. നമുക്കിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിലും ആവശ്യത്തിന് സ്പേസും എല്ലാം ഉണ്ട്. നല്ല ഓർഗനൈസ്ഡാണ്. അപ്പോൾ നോക്കുക, ഒരു KSRTC, നമ്മുടെ KSRTC ഉല്ലാസയാത്ര വരുന്നതും നമുക്ക് പല ഡിപ്പോയിൽ നിന്നുള്ള ഉല്ലാസയാത്രകളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ളതും ഉണ്ട്. ഇവിടുന്ന് KSRTC ആ താഴ്വരയിൽ ഇങ്ങനെ കിടക്കുന്നതും ഒക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. നല്ലൊരു ചെറിയൊരു കാറ്റും. ഞങ്ങളീ പോയ സമയമെന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞാണ്. അവിടെ ഇടി കാര്യങ്ങളൊന്നും ഉള്ള ടൈമിൽ അധികം പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കുറച്ച് നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡ് നിൽക്കുന്ന സ്ഥലമാണ് അത്. പിന്നെ ഇടി സമയത്തൊന്നും കയറ്റി വിടത്തുമില്ല നമ്മളെ അങ്ങോട്ടേക്ക്. പിന്നീട് നമുക്കൊരു പരിധിവരെ എവിടം വരെ നടന്ന് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നടന്ന് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അവിടുന്ന് പിന്നെ ജീപ്പുണ്ട്. അപ്പം അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെന്നാൽ ജീപ്പിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജീപ്പ് എടുത്തിട്ട് ആ മുകളിൽ കാണുന്ന സ്ഥലം കണ്ടോ, മുത്തശ്ശി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പിന്നെ നടന്ന് കയറണം. അപ്പോൾ നടക്കാൻ പറ്റില്ലാത്തവർക്ക് നമുക്ക് അവിടെ ഇരിക്കാം. ഈ സ്പോട്ടെത്തി. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞു കടകളൊക്കെ കാണാം. അവിടെ നമ്മളെ വിടും. എന്നിട്ട് പയ്യെ നമ്മൾ മുകളിലേക്ക് നടക്കണം. ആ കാണുന്നതാട്ടോ ഇല്ലിക്കക്കല്ല്. അതിലൂടെയാണ് നമ്മൾ നടന്ന് കയറി പോകുന്നത്. നമുക്ക് ആക്ച്വലി ആ കല്ലിൻ്റെ അവിടെ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റത്തില്ല. നമുക്ക് ആ ടോപ്പ് നടപ്പാതയിലൂടെ പോയി അങ്ങ് ടോപ്പിലെത്തിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇല്ലിക്കക്കല്ലിൻ്റെ. ഇനി ഇവിടെ നല്ല ബ്രെഡ് ഓംലെറ്റൊക്കെ കിട്ടും. അടിപൊളിയാണ്. ഹിൽ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സുഖം അത് കഴിക്കാൻ. ഇപ്പം നമ്മൾ ടൈലിട്ട വഴിയാണ് കാണുന്നത്. ഇത് അവിടെ നിന്നാണ് നമ്മൾ നടന്ന് വന്നത്. അവിടെയാണ് ജീപ്പ് ഇട്ടത്. അവിടെ നിന്നാണ് നടന്ന് വന്ന് നമ്മൾ ആ വെയിറ്റിംഗ് ഷെഡ് കണ്ടോ, അവിടെ അമ്മയൊക്കെ അവിടെ ഇരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഈ വഴി പോന്നു. അപ്പുറേ വഴിയും പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പം ഈ വഴി കയറിയെന്നുള്ളൂ. ഇവിടം വരെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് ഉള്ള കാഴ്ചകൾ കണ്ട് പോകുന്നവരും ഒരുപാടുണ്ട് കേട്ടോ. റിസ്ക്കൊന്നും ആരും എടുക്കരുത്. അതായത് താഴത്തേക്ക് ഈ വേലി കെട്ടിയിട്ടുണ്ടല്ലോ, അത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് അവർ ചെയ്തിട്ടിരിക്കുന്നതാണ്.
അതിലൂടെയൊക്കെ പോയി കാണുക. അത് കഴിഞ്ഞ് പിന്നെ താഴത്തേക്കൊന്നും ഇറങ്ങാൻ നോക്കരുത്. എന്തെങ്കിലും ബോട്ടിലുകളോ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടാനായിട്ട് അതിന് ഓരോ ഡസ്റ്റ്ബിന്നും വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം അവിടെയൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മൾ ചുമ്മാ വലിച്ചെറിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ ഇതാണ് നമ്മൾ പോകുന്ന വഴി, കയറിപ്പോകുന്ന വഴി. ഇവിടെ ടൈലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. ഇതിപ്പം ജസ്റ്റ് നോർമൽ ഒരു കുത്തുകല്ലൊക്കെ കയറി പോണ പോലെ കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിടിച്ച് കയറാം. കുറച്ച് ടാസ്ക്കാണ് സത്യം പറഞ്ഞാൽ, പക്ഷേ എന്നാലും കുഴപ്പമില്ല. വീഴാതെ ശ്രദ്ധിച്ചൊക്കെ കയറിപ്പോകാൻ നോക്കുക. കുറച്ച് മഴ പെയ്ത് നിൽക്കുന്ന ടൈമാണെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ആ മഞ്ഞിറങ്ങുമ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടോപ്പിൽ നിന്നുള്ള വിസിബിലിറ്റി കുറയും. നമുക്ക് ആ കല്ലൊന്നും കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും അത് മാറി വരും. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ ആദ്യം ആ ടൈമിലായിരുന്നു പോയത്. ഒരു നല്ല മഴയത്താണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ ടോപ്പിലെത്തി നമ്മുടെ ഇല്ലിക്കക്കല്ല് കണ്ടു. നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല. നമുക്കിവിടെ നിന്ന് ആ കാഴ്ച കണ്ട് ആസ്വദിക്കാനേ പറ്റുള്ളൂ. എന്ത് ഭംഗിയല്ലേ! ആ കല്ലിൻ്റെ ഷേപ്പും നിറയെ ചിത്രശലഭങ്ങളാണ് ഇതിലിവിടെ. അങ്ങനെ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണിക്കുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ താഴ്ഭാഗമാണ്, താഴ്വര. എന്ത് രസമല്ലേ! വേനക്ക് പോലും ഇത്രയും ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഈ ഇല്ലിക്കക്കല്ലൊന്ന് കാണാൻ ചെല്ലും. നല്ല ഭംഗിയാണ്. അതോടൊപ്പം ഇനിയും ഇതുപോലെ നല്ല ഭംഗിയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന കൂട്ടുകാർക്കും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.